യുദ്ധക്കളം വിറച്ച് പ്രതീക്ഷ മങ്ങുവാൻ തുടങ്ങുമ്പോൾ പർവ്വതങ്ങളോളം ഉയരമുള്ള ഒരു വാളുമായും ഉരുക്കിനേക്കാൾ മൂർച്ചയുള്ള ഒരു ഇച്ഛാശക്തിയുമായി വിധിയെ തന്നെ പിളർത്തുവാൻ തയ്യാറായി ടോഡ് ക്ലാനിന്റെ രാജകീയമായ യോദ്ധാവായിട്ടുള്ള ചീഫ് ടോഡ് ഇറങ്ങി വരികയാണ്. പുകയും കോപവും കൊണ്ട് ആത്മാഹൂതി ചെയ്തു വരുന്നത് കേവലം ഒരു യോദ്ധാവല്ല, അതൊരു മേധാവി തന്നെയാണ്. അവൻ യാജ്ഞകൾ പാലിക്കുന്നില്ല, രാജാക്കന്മാരെ വണങ്ങുന്നുമില്ല. അവൻ തന്നെ ഒരു രാജാവാണ്. മൗണ്ട് മ്യോബുക്കുവിന്റെ വെല്ലുവിളിക്കപ്പെടാത്ത ഭീമനായ ഒരു ചീഫ് ടോഡ്. മറ്റുള്ളവർ ടെയിൽഡ് ബീസ്റ്റിനെ ഭയപ്പെടുമ്പോൾ ഇവനാകട്ടെ അവരെ വെല്ലുവിളിക്കുന്നു. കണ്ണുകൾ കത്തിക്കുന്ന ആകാശത്തെ വിറപ്പിക്കുന്ന ഗർജനത്തോടെ ഒരൊന്നൊന്നര ടൈറ്റനായിട്ടുള്ള ദ എർത്ത് സ്പ്ലിറ്റിംഗ് ചീഫ് ഓഫ് മൗണ്ട് മ്യോബുക്കു, സാക്ഷാൽ ഗാമബുണ്ട. ഓഗി ഫൈൻ, ഗാമബുണ്ട. ഇന്ന് നമ്മൾ ഗാമയുടെ ആ ഒരു ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ടും പേഴ്സണാലിറ്റിയും ക്യാരക്ടറും ഒക്കെ എങ്ങനെയാണെന്നും മേജർ ആരൊക്കെയാണ് സമ്മൺ ചെയ്തിട്ടുണ്ടെന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാറ്റിൽസ് എന്തൊക്കെയാണെന്നും കംപ്ലീറ്റ് പവറും എബിലിറ്റീസും അതുൾപ്പെടെ നാറൂട്ടോ സീരീസിൽ കണ്ടുവരുന്നുള്ള ഗാമബുണ്ടയായിട്ടുള്ള റിലേഷൻഷിപ്സോ അല്ലെങ്കിൽ അവനെ സമ്മൺ ചെയ്തിട്ടുള്ളതും ലെഗസിയും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ആദ്യം തന്നെ ആരായി ഗാമബുണ്ട? ഗാമബുണ്ടനെ നമുക്ക് ദ ചീഫ് ടോഡ് ഓഫ് മൗണ്ട് മ്യോബുക്കു എന്ന് പറയാം, അല്ലെങ്കിൽ ബോസ് സമ്മൺ ഓഫ് ദ ടോഡ് ക്ലാൻ എന്ന് പറയാം. അതായത് നമ്മുടെ നറൂട്ടോ വേഴ്സിലെ ഗാമബുണ്ട എന്ന് പറയുന്നത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആൻഡ് ഹയസ്റ്റ് റാങ്കിങ് സമ്മൺ ഓഫ് ദി ലെജൻഡറി ടോഡ് ക്ലാൻ ആണ്. അതായത് ടോഡ് ക്ലാനിലെ ഏറ്റവും ഹയസ്റ്റ് റാങ്കിങ് ആയിട്ടുള്ള ലെജൻഡറി ടോഡ് അല്ലെങ്കിൽ ബോസ് ആയിട്ടുള്ള ഒരു ടോഡ് തവളയാണ് ഈ പറയുന്ന ഗാമബുണ്ട. ഒറിജിനായിട്ട് നറൂട്ടോ ഡേറ്റാ ബുക്കിൽ പറയുന്നത് മൗണ്ട് മ്യോബുക്കയാണ്. അതെ, വൺ ഓഫ് ദി 3 ഗ്രേറ്റ് സേജ് ഐലൻഡ്സിൽ ഒന്നാണ് ഈ മൗണ്ട് മ്യോബുക്കു. അതിൻ്റെ കൂടെയുള്ളതാണ് നമ്മുടെ റിയൂഷി കേവ്, പാമ്പുകളുള്ളതും പിന്നെ ഷിക്കോട്സു ഫോറസ്റ്റ്, അവിടെയാണ് നമ്മുടെ സ്ലഗ്സ് അല്ലെങ്കിൽ ഒച്ചുകൾ ഉള്ളത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ജിറായ ലെജൻഡറി സാനിൻസിൻ്റെ ഓരോ സമ്മണിങ് നോക്കിയാൽ കാണാം. ഒറോച്ചിമാരുവാണെങ്കിൽ പാമ്പ്, ജിറായ ടോഡ്, പിന്നെ നമ്മുടെ സുനാഡയാണെങ്കിൽ ഈ പറയുന്ന സ്ലഗ്സ് ഒക്കെ ആയിരിക്കും. സോ മെയിൻലി ഈ പറയുന്ന ടോഡ് ക്ലാനിൻ്റെ ഏറ്റവും ചീഫ് ബോസ് ആണ് ഈ പറയുന്ന ഗാമബുണ്ട. ഇനി നമുക്ക് ടോഡ് ക്ലാനിനെ പറ്റി ഒന്ന് നോക്കുകയാണെങ്കിൽ ഇത് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഓൾഡ് ആണെന്ന് പറയുന്നുണ്ട്. ഡീപ്ലി കണക്റ്റഡ് ടു സെൻജിറ്റ്സു, അതായത് സേജ് ചക്രയായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. നാച്ചുറൽ എനർജി അറിയാലോ, അതിൻ്റെ തന്നെ ഇതാണ്. ആൻഡ് ഓഫ് കോഴ്സ് പ്രൊഫസി ഓഫ് ദി ഗ്രേറ്റ് ടോഡ് സേജ് എന്നും കൊണ്ടാണ് ഈ നറൂട്ടോ ഡേറ്റാ ബുക്കിൽ ടോഡ് ക്ലാനിനെ പറ്റി പറയുന്നത്. സോ അതിലെ നമ്മുടെ കഥാനായകനായിട്ടുള്ള ഗാമബുണ്ടനെ കൺസിഡേർഡ് ചെയ്യുന്നത് ആ ഒരു ക്ലാനിലെ തന്നെ ചീഫ് എൻഫോഴ്സർ, വാരിയർ ആൻഡ് പ്രൊട്ടക്ടർ ഓഫ് ദി ടോഡ്സ് ആയിട്ടാണ്. ഇനി നമുക്ക് ഗാമബുണ്ടയുടെ പേഴ്സണാലിറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടെമ്പേർഡ് ബട്ട് പ്രൗഡ് ആയിട്ടുള്ള ഒരാളാണ് ഗാമബുണ്ട. അതായത് പെട്ടെന്നൊന്നും ആരെയും റെസ്പെക്റ്റ് ചെയ്യത്തില്ല. അവൻ റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ അതൊരു സ്ട്രോങ് ഷിനോബി ആയിരിക്കണം, ഗട്ട്സ് വേണം, പിന്നെ ലോയൽറ്റിയും വേണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗട്ട്സിൻ്റെ പേര് നറൂട്ടോ, ലോയൽറ്റിയുടെ പേരിൽ ജിറായ സെൻസേനെ, മിനാട്ടോ സെൻസേനെ നമുക്ക് പറയാം. പിന്നെ ഒരു ആവശ്യവും ഇല്ലാതെ ആരെയും ഒബേ ചെയ്തിട്ടില്ല. അവൻ എപ്പോഴും പറയുന്നുണ്ട് ഐ എം നോട്ട് ഡൂയിങ് ദിസ് ബിക്കോസ് യു ഓർഡേർഡ് മീ എന്ന്. പിന്നെ ഉറപ്പായിട്ടും ഒരു സോഫ്റ്റ് ഹാർട്ട് നമ്മുടെ ഗാമബുണ്ടയ്ക്കുണ്ട്. ഇങ്ങനെ റഫായിട്ടൊക്കെ ആക്ട് ചെയ്യുമെങ്കിലും നറൂട്ടോനെ മൾട്ടിപ്പിൾ ടൈംസിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ജിറായനെ അവൻ്റെ ലൈഫ് വെച്ച് തന്നെ ട്രസ്റ്റ് ചെയ്യും. മിനാട്ടോനെ ഭയങ്കര രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് ഗാമബുണ്ട തന്നെയാണ്. അതേപോലെ തന്നെ എല്ലാ ക്രീച്ചേഴ്സും നമ്മുടെ ഈ ഒരു ഗാമബുണ്ടനെ ഫിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എടുത്തു പറയുകയാണെങ്കിൽ ടെയിൽഡ് ബീസ്റ്റുകളിലെ ഷുക്കാക്കു ഉണ്ടല്ലോ, 1 ടെയിൽഡ് ബീസ്റ്റ്, അവൻ ശരിക്കും പേടിച്ചിട്ടുള്ള ഒരു സമ്മണിങ് തന്നെയാണ് ഈ ഗാമബുണ്ട. ഇനി നമുക്ക് മേജർ സമ്മണേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഗാമബുണ്ടനെ സമ്മൺ ചെയ്തേക്കുന്ന ആരൊക്കെയാണ്? ഒന്നാമതായിട്ട് നമ്മളെ കാണിക്കുന്നത് ജിറായ സെൻസേനെയാണ്. മോസ്റ്റ് ട്രസ്റ്റഡ് സമ്മണർ എന്നാണ് നറൂട്ടോ ഡേറ്റാ ബുക്ക് കൊടുത്തിരിക്കുന്നത്. എഫോർട്ട്ലെസ് ആയിട്ട് ഏറ്റവും പെട്ടെന്ന് സമ്മൺ ചെയ്യാൻ പറ്റുന്ന ജിറായ ബോയ്ക്ക് തന്നെയാണ്. അതേപോലെ തന്നെ കുറേ മിഷൻസിലും ഗാമബുണ്ട ജിറായനെ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് ഡേറ്റാ ബുക്ക് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ആൾ ഓഫ് കോഴ്സ് ദ ലേലോ ഫ്ലാഷ് മിനാട്ടോ നാമിക്കാസെ. കുറാമ അറ്റാക്കിൻ്റെ സമയത്താണ് ഗാമബുണ്ടനെ സമ്മൺ ചെയ്തതായിട്ട് നമ്മളെ കാണിക്കുന്നത്. അതേപോലെ തന്നെ 9 ടൈൻസിനെ റീസ്ട്രൈ ചെയ്യാനും ഗാമബുണ്ട ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗാമബുണ്ട മിനാട്ടോനെ ആ ഒരു അഡ്മിറേഷൻ ലെവലിലും റെസ്പെക്ട് ലെവലിലും കാണുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ദ ചൈൽഡ് ഓഫ് പ്രൊഫസി ഹിംസെൽഫ് നറൂട്ടോ ഉസുവാക്കി.
ആദ്യം ജിറായയുടെ കീഴിലായിരുന്നപ്പോഴാണ് സമ്മൺ ചെയ്യുവാൻ പഠിക്കുന്നത്. ആദ്യം നാറൂട്ടോനെ റെഫ്യൂസ് ചെയ്ത് ഈ ചീള് ചെക്കനാണോ എന്നെ സമ്മൺ ചെയ്യുന്നതെന്നുള്ള ഒരു രീതിയിൽ. ബട്ട് എന്നാണേലും ഷുഗാക്കുമായിട്ടുള്ള ഫൈറ്റിൽ ഇവനൊരു ചില്ലറക്കാരനല്ല, ഇവൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി അവസാനം ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു ഗാമബുണ്ട. സോ ഗാമബുണ്ട നല്ല ഇമ്മൻസ് ചക്രയും സ്ട്രോങ് വില്ലും ഹീറോയിക് ഗട്ട്സും ഉള്ളവരെയോ സ്വീകരിക്കത്തുള്ളൂ. ഇനി നമുക്ക് മേജർ ബാറ്റിൽസ് ഗാമബുണ്ടയുടെ എൻ്റെ ഒരു സീരീസിൽ നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഷുഗാക്കു ആയിട്ടുള്ള ഒരു ഫൈറ്റാണ്, നാറൂട്ടോ വേഴ്സസ് ഗാര. അതൊരു ഐക്കോണിക് ഫൈറ്റ് തന്നെയാണ്. നാറൂട്ടോ എന്നാ പറയുന്നത് ഒരു ആക്സിഡൻറ്റിക്കലിയാണ് ഗാമബുണ്ടനെ സമ്മൺ ചെയ്യുന്നത്. ഏതായാലും ആ ഒരു ടോഡ് സോഡും ആ ഒരു ജൈൻറ്റ് സ്കെയിൽ കോമ്പാക്റ്റിലുള്ള ഒരു എൻറ്റയർ ഫൈറ്റ് നമുക്കൊരിക്കലും മറക്കുവാൻ സാധിക്കുന്നതല്ല. ആ ടൈമിലാണ് നയൻ ടൈൽഡ് ഫോക്സിൻ്റെ ടെമ്പററി സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നതും. എന്നതാണേലും അതായിരുന്നു ഫസ്റ്റ് ആയിട്ടുള്ള എൻകൗണ്ടർ. രണ്ടാമത് നമ്മുടെ ഗാമബുണ്ട ജിറായ ആ ഒരു ടൈം ഉണ്ടല്ലോ, അതായത് ഒറോച്ചിമാരുവിനെതിരെ ഫൈറ്റ് ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഒറോച്ചിമാരുവിൻ്റെ സമ്മണിങ് ആയിട്ടുള്ള പാമ്പിനെതിരെ നമ്മുടെ ജിറായ യൂസ് ചെയ്ത് ഗാമബുണ്ടനെയാണ്. അടുത്തതായിട്ട് മിനാട്ടോ യൂസ് ചെയ്യുന്നതാണ് കുറാമേനെ എതിരെ, അതായത് കുറാമയ്ക്കെതിരെ നയൻ ടൈൽഡ് ബീസ്റ്റിനെ വെച്ച് ഗാമബുണ്ടായിട്ടുള്ള ഫൈറ്റാണ് മേജർ ആയിട്ടുള്ള ഫൈറ്റ്സ്. ഇനി നമുക്ക് കംപ്ലീറ്റ് പവേഴ്സ് ആൻഡ് അബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ജൈജാൻറ്റിക് ആയിട്ടുള്ള ഫിസിക്കൽ സ്ട്രെങ്ത് ഗാമബുണ്ടയ്ക്കുണ്ട്. ടൈൽഡ് ബീസ്റ്റുമായിട്ട് ക്ലാഷ് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർത്താൽ മതി. പിന്നെ മാസീവായിട്ടുള്ള ബ്ലേഡ് കയ്യിലുണ്ട്, മൈൽസ് ചാടാൻ പറ്റും, ജമ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ഫോറസ്റ്റൊക്കെ ബോഡി വെയിറ്റ് ഉപയോഗിച്ച് തന്നെ ക്രഷ് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ മെയിൻ പവറായിട്ട് നമുക്ക് ടോഡ് കെഞ്ചുറ്റ്സുവിനെ പറയാം, അല്ലെങ്കിൽ സ്വോർഡ് മാസ്റ്ററി എന്ന് പറയും. അതായത് ഗാമബുണ്ടയുടെ പ്രൈമറി വെപ്പൺ ഒരു മാസീവായിട്ടുള്ള നിൻജാറ്റോ സ്റ്റൈൽ ബ്ലേഡാണിത്. ഇത് സത്യം പറഞ്ഞാൽ സ്ലാഷിങ്, ബ്ലോക്കിങ്, ആ ഹൈ സ്പീഡ് ആയിട്ടുള്ള സ്ട്രൈക്സിനെല്ലാം തന്നെ ഇത് ഉപകരിക്കും. സത്യം പറഞ്ഞിട്ടുള്ള ഹീ ഈസ് വൺ ഓഫ് ദി ഫ്യൂ സമ്മൺസ് വിത്ത് വെപ്പൺ ബേസ്ഡ് കോമ്പാക്റ്റ് എന്ന് പറയും. സമ്മൺ ചെയ്തതിൽ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെപ്പൺ യൂസ് ചെയ്യുന്ന ഒരു ഫ്യൂ ആയിട്ടുള്ള കുറച്ച് സമ്മണിങ്ങിൽ മാത്രം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ടോപ്പ് ടയർ ആയിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന ഗാമബുണ്ട. അടുത്ത പവറാണ് വാട്ടർ റിലീസ്. ഇതും സത്യം പറഞ്ഞാൽ അതിലൊരു മാസ്റ്റർ തന്നെയാണ് ഗാമബുണ്ട. അതിൻ്റെ അകത്ത് കീ വാട്ടർ ടെക്നിക്സ് നമ്മൾ കണ്ടിട്ടുള്ള സ്വീറ്റ് എന്ന് പറയുന്നൊരു സാധനമാണ്, വാട്ടർ ബുള്ളറ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പവർഫുൾ ഇനഫ് ടു ഡീഫോം എ ലാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ലാർജ് എനിമീസിനെ ക്രഷ് ചെയ്യാൻ ഇത് ഉപയോഗിക്കും. അതുപോലെ തന്നെ വാട്ടർ സ്ലാഷ്, അതായത് നമ്മുടെ പ്രഷറൈസ്ഡ് വാട്ടറും സോഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പില്ലേ. പിന്നെ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള എൻഹാൻസ്മെൻറ്റും ഇതിൽ തന്നെ പറ്റും, നമ്മൾ കണ്ടിട്ടുണ്ട് പല തവണയും. ഇനി ഓയിൽ മാനിപ്പുലേഷൻ അതൊരു വേറെ സെഗ്മെൻറ്റ് തന്നെയാണ്, വേറൊരു പവർ തന്നെയാണ്. ടോഡ് ഓയിൽ വെച്ച് ഹൈലി ഫ്ലെയിമബിൾ ആയിട്ടുള്ള സ്റ്റിക്കി ആൻഡ് റിസ്ട്രെയിനിങ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണിത്. ഇത് ഏറ്റവും പെർഫെക്റ്റ് സത്യം പറഞ്ഞാൽ ജിറായയുടെ ഫയർ സ്റ്റൈലിൻ്റെ കൂടെ കോമ്പൈൻ ചെയ്യുമ്പോഴാണ്. ഇത് തന്നെയായിരുന്നു ഫയർ റിലീസിൽ ടോഡ് ഓയിൽ ഫ്ലെയിം ബുള്ളറ്റ് എന്ന് പറഞ്ഞ ആ ഒരു പേരിൽ നമ്മൾ ജിറായയും ഗാമബുണ്ടയും കൂടെ പെർഫോം ചെയ്തത്. ഇനി അടുത്ത പവറായിട്ട് തന്നെ കൂട്ടാൻ പറ്റുന്നതാണ് എക്സ്ട്രീം ഡ്യൂറബിലിറ്റി. നമുക്കറിയാം ഇഷ്ടം പോലെ നേരെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റും. അജിലിറ്റിയും അതുപോലെ തന്നെയാണ്. ഹൈ ഇൻ്റലിജൻസും ഉണ്ട്, ബാറ്റിൽ എക്സ്പീരിയൻസും കുറേ ഉണ്ട്. സ്ട്രാറ്റജിക്കാണ് എന്നെ പറയുന്നത്, എനിമി മൂവ്മെൻറ്റ്സിനെ റീഡ് ചെയ്യാൻ വേണ്ടി എല്ലാം സാധിക്കും. ഇനിയിപ്പം മെയിനായിട്ടുള്ള റിലേഷൻഷിപ്പ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജിറായ സെൻസെ, മിനാട്ടോ, നാറൂട്ടോ ഒക്കെ തന്നെയാണ് ഹ്യൂമൻസുമായിട്ടുള്ളത്. അല്ലാതെ നമുക്കറിയാൻ പറ്റുന്നത് ഗാമബുണ്ടയുടെ പിള്ളേരെ വെച്ചാണ്. അതായത് ഗാമക്കൻ, ഗാമക്കീജി, ഗാമടാറ്റ്സു ഇവരൊക്കെയാണ് ഗാമബുണ്ടയുടെ പിള്ളേർ. ഗാമക്കീജിയാണ് നമ്മുടെ നാറൂട്ടോയുടെ മെയിൻ സമ്മനായിട്ട് പിന്നീട് മാറിയിട്ട് അവരെ പോപ്സ് എന്നൊക്കെ വിളിക്കുന്നത്. എന്നതായാലും നാറൂട്ടോ വേഴ്സിൽ ആ ഒരു ലെഗസി ഗാമബുണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംബൽ ഓഫ് ദി ടോഡ് ക്ലാൻ എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ 3 ജനറേഷൻ്റെ വാരിയറാണ് ജിറായ, മിനാട്ടോ ആൻഡ് നാറൂട്ടോ. ആൻഡ് വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് സമ്മൺസ് ഇൻ നാറൂട്ടോ വേൾഡ് തന്നെയാണ്. എടുത്തു പറയത്തക്ക നമ്മുടെ ഗാമബുണ്ടയുടെ റൈവൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറോച്ചിമാരുവിൻ്റെ മാണ്ടയും സ്ലഗ്സിൻ്റെ കാറ്റ്സുയും പിന്നെ സൈക്കണൊക്കെയാണ്. അതായത് ടൈൽഡ് ബീസ്റ്റ് ലെവൽ സമ്മൺസ് ഒക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെയാണ് നമ്മുടെ ഗാമബുണ്ടയുടെ റൈവൽസ്. ഇനി നാറൂട്ടോയുടെ ഗ്രോത്തിനും ഒരു രീതിയിൽ പറഞ്ഞാൽ ഗാമബുണ്ട നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ഗാമബുണ്ടയെ പറ്റി നമ്മുടെ നാറൂട്ടോ സീരിയൽസിൽ നിന്നും മനസ്സിലാകുന്നത്. അതായത് നമ്മുടെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഗാമബുണ്ട ഒരു ലെജൻഡറി ബോസ്റ്റോടാണ്, ഒരു വാരിയർ ഓഫ് ഏൻഷ്യൻ്റ് മിയോബുക്കുവിലെ ഒരു മാസ്റ്റർ ഓഫ് വാട്ടർ ആൻഡ് ഓയിൽ ജിറ്റ്സു ആണ്, ഒരു സോഡ് വീലിംഗ് ടൈറ്റൻ ആണ്, ഒരു ലോയൽ പാർട്ട്ണറാണ്, കൊണോഹയുടെ ഗ്രേറ്റസ്റ്റ് ഷിനോബിനെ റെസ്പെക്ട് ചെയ്യുന്ന വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഷിനോബി തന്നെയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. സോ ഞാനീ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എക്സ്ട്രാ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ. അടുത്തൊരു നാറൂട്ടോ റിലേറ്റഡ് മൂവി വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ, വോയിസ് ചെയ്യണം നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്. You